അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ മന്നാൻ. അസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ മുഅത്തിർ ബിർറൗഹി വറൈഹാൻ وعلى آله الذين استقاموا على الإسلام والإيمان أما بعد. ബന്നിലെ ഉസ്താദുമാരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയ നാട്ടുകാരെ, മുത്താലിം സുഹൃത്തുക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, ഞാൻ ഈ നബിദിനത്തിൻ്റെ പ്രൗഢഗംഭീരമായ ഈ വേദിയിൽ മദ്യപാനം, ലഹരി യുവതലമുറയെ നശിപ്പിക്കുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംവദിക്കാം. ഇതിനാദ്യമായി എനിക്ക് തൗഫീഖ് നൽകിയ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി കുല്ലി ഹാൽ ഫീ കുല്ലി മഖാം. അല്ലാഹു മനുഷ്യകുലത്തിന് നൽകിയ അനുഗ്രഹമാണല്ലോ ബുദ്ധി എന്ന് പറയുന്നത്. ആ ബുദ്ധിയെയും ചിന്താമണ്ഡലത്തെയും നിർജീവമാക്കുന്ന മാരകമായ ലഹരി വസ്തുക്കളാണ് നീ ഉത്തരാധുനിക സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന യുവതലമുറ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കള്ളുകുടിയിലും പെണ്ണുപിടിയിലും മതോന്മത്തരായി കഴിഞ്ഞിരുന്ന ജാഹിലിയ്യ കാലഘട്ടത്തിൽ ആരംഭപ്പൂവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുചരിച്ചു പോയ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. 3 കാലഘട്ടങ്ങളിലായിട്ട് മദ്യപാനത്തെ എടുത്തുകൊണ്ട് ഖുർആൻ അവതീർണമാകുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിശ മാ ളഹറ മിൻഹാ വമാ ബതൻ. നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം, അല്ലാഹു ഈ ലോകത്ത് എന്തൊക്കെ തന്നെ ഹറാമാക്കിയിട്ടുണ്ടോ അത് ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും ഹറാമാ. അതുകൊണ്ടാണല്ലോ ഒരു മദ്യപാനി, ഒരു യുവതലമുറ മദ്യം ഉപയോഗിക്കുന്നവ ഈ ലോകത്തുണ്ടാകുന്ന ഒന്നാമത്തെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് അത് മതപരമായ മൂല്യങ്ങൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുമെന്നതാണ്. അതാണല്ലോ ഖുർആൻ വ്യക്തമാക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുദ്ബിനൽ ഖംറി ഇൻമാ ലഖിയല്ലാഹ തആല ബിദവതനിൻ. ഒരു മദ്യപാനി അല്ലാഹുവിലേക്ക് ഹാജരാകുമ്പോൾ ഒന്നാമത്തെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഖദത്തിൽ അർളു അസ്ഖാലഹാ. ഭൂമി എങ്ങാനും അതിന്റെ പ്രകമ്പനം കൊണ്ട് കഴിഞ്ഞാൽ, അതിന്റെ ഉള്ളിലെ ഭാരങ്ങളെങ്ങാനും പുറം തള്ളി കഴിഞ്ഞാൽ, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാരാകുന്ന മുഫസ്സിരീങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരികയാ. ഇന്ന മിന്നാസിൻ യസ്റബൂനൽ ഖംറ യസ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. അവസാന കാലഘട്ടത്തിൽ എൻ്റെ സമുദായത്തിലുള്ള ഒരു സമുദായം ഹാജരാകും. ആ സമുദായത്തിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, കള്ള് കുടിച്ച് മതോന്മത്തരായി നടക്കുകയും കള്ളിനെയും മദ്യപാനത്തിനെയും മദ്യപാനം എന്നല്ലാതെ വേറെ പല പേരുകൾ വിളിക്കുക തന്നെ ചെയ്യും. അതാണല്ലോ മുഅ്മിനീങ്ങളെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യുവതലമുറ വിളിക്കുന്ന പേരെന്തൊക്കെയാ? LSD, MDMA, കൊക്കൈനും ഹാഷുകളുമായിട്ട് വെള്ളപ്പൊക്കം പോലെ പരന്നേക്കുന്ന കേരളത്തിലെ മനോഭാവം നമ്മൾ കാണുമ്പോൾ അല്ലാഹു പറഞ്ഞത് സത്യമാണ്. ഒരു യുവതലമുറ മദ്യപാനിക്ക് ഉപയോഗിക്കുന്നുണ്ടാകുന്ന രണ്ടാമത്തെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് അത് മതപരമായ മൂല്യം നശിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നതാണ്. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. മുദ്ബിനൽ ഖംറി ഇൻമാ ലഖിയല്ലാഹ തആല ബിദവതനി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മദ്യപാനത്തെ തീർത്തും വർജിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.